ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സ്വയംവര പന്തലിൻ്റെ അടുത്ത് വരാൻ പോകുന്നൊരു എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഹരിത അങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണല്ലോ നന്ദിനിയോടുള്ള പക മൂത്തിട്ട്. ഈ സമയം രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. നന്ദിനി ആണെങ്കിൽ പിണങ്ങിയിരിക്കുകയാണല്ലോ, പിണങ്ങിയിട്ട് നിലത്തിറങ്ങി കിടക്കണമൊക്കെ ഉണ്ട്. എന്നിട്ട് സൂര്യ അടുത്തും മിണ്ടണില്ല. അപ്പോൾ സൂര്യ പറയേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞൂടെ, നീ എത്ര ദിവസം അങ്ങനെ മിണ്ടാതെ നടക്കുമെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ ഇനി മിണ്ടില്ല, ബാക്കി സൂര്യ സാറിൻ്റെ അടുത്ത് മാത്രം മൗനവ്രതമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിണങ്ങി ഇറങ്ങി കിടക്കുകയാണ് കേട്ടോ. ചോദിക്കണമെന്നും മറുപടിയൊന്നും പറയണില്ല. അപ്പോൾ സൂര്യ പറയേണ്ടത് നാളെ എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലത്തേക്ക് പോകാണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് നേരത്തെ തന്നെ വിളിച്ചില്ലെങ്കിലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി ദേഷ്യം വന്നിട്ട് പുതപ്പ് തലക്കൂടെ മൂടിയിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹരിതയ്ക്കാണെങ്കിൽ കിടന്നിട്ട് ഒട്ടും ഉറക്കം വരുന്നില്ലേ. അങ്ങനെ കിടന്ന് നോക്കും, പിന്നെയും ആ ടെക്സ്റ്റൈലിലുണ്ടായ ഇവളുടെ ഏട്ടനെ കുത്തിപ്പിടിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, അതാണ് എപ്പോഴും ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എണീറ്റു ദേഷ്യം വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒരു കൂടം പോലത്തെ സാധനം കിട്ടിയിട്ടോ. അപ്പോൾ അതെടുത്തും കൊണ്ടിട്ട് ഹോളിലേക്ക് വരികയാണ്. എന്നിട്ട് ഇവരുടെ ഫോട്ടോൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദിനീനെ. അത് കഴിഞ്ഞിട്ട് ഫോട്ടോൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ ഇതൊന്നും ആവില്ലടി കളി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ പറയാണ്, അപ്പോൾ ഇവിടുത്തെ വലിയ ആൾ ആൻറ്റി ഏറ്റവും വലിയ ആളാണ്, എന്നിട്ട് ആൻറ്റീനെ നീ എന്തൊക്കെ കഷ്ടപ്പെടുത്തണേ, നിൻ്റെ ഈ ഫോട്ടോ വന്ന കാര്യം ഈ കല്യാണം കഴിഞ്ഞ കഥയൊക്കെ എനിക്കറിയാം, എല്ലാം ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ എന്തൊരു അഹങ്കാരമടി നിനക്ക് കാണിക്കണേ, നിന്നെ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് ഒരൊറ്റ അടിയാണ് കേട്ടോ ഈ കൂടെ എടുത്തിട്ട്. അങ്ങനെ ഫോട്ടോ പൊളിഞ്ഞിട്ട് ചില്ല് പൊട്ടി വീണിട്ടും ദേഷ്യം മാറണില്ല. അങ്ങനെ നന്ദിനിയുടെ മുഖത്തിൻ്റെ ആ വശം മുഴുവൻ കുത്തി കീറിയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ആത്മനിർവൃതിയോടുകൂടി ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴാണ് കുറച്ച് ആശ്വാസമായതെന്നുള്ള ലെവലിൽ. എന്നിട്ട് മിണ്ടാതെ പോയി കിടന്നു. അങ്ങനെ നമ്മൾ രാജുവേട്ടൻ രാവിലെ എണീറ്റ് വന്ന് നോക്കിയപ്പോൾ അടുക്കളയിൽ കയറാൻ വരുന്ന സമയത്ത് കാലിലെന്തോ കുത്തി നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ ചില്ല്. ഇതെന്താ ഇവിടുന്ന് ചില്ല് നോക്കിയപ്പോൾ നിറച്ച് ചില്ല് കിടക്കണം. അങ്ങനെ കണ്ണ് പോയി നോക്കിയപ്പോഴാണ് ഈ ഫോട്ടോ പൊട്ടിയിരിക്കുന്ന കാര്യം മനസ്സിലായത് കേട്ടോ. അപ്പോൾ രാജുവേട്ടൻ ആകെ വിഷമമായി, ഇത് ആരിപ്പോൾ ഇത് മോളുടെ ഇത് ഫോട്ടോ പൊട്ടിച്ചെന്ന് വിചാരിച്ചിട്ട് രാജുവേട്ടൻ ചൂലൊക്കെ കൊണ്ടുവന്ന് വന്ന് ഇങ്ങനെ അടിച്ചു പോരി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കാൻ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ പറയുന്നത്, ഇവിടെ ചില്ല് എൻ്റെ കാലിൽ കുത്തി. അപ്പോഴേക്കും നന്ദിനി എനിക്ക് വന്നു കേട്ടോ. നന്ദിനി ഓടി ഇറങ്ങി വരുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ രാജു പറയുന്നുണ്ട് മെല്ലെ നോക്കി വാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി വന്നിട്ട് ഇത് ഇവിടുന്നാന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങോട്ട് നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നന്ദിനിക്ക് ആകെ വിഷമമായി. അപ്പോഴിങ്ങനെ ബാക്കി എല്ലാവരും എനിക്ക് വന്നത് കേട്ടോ. ഇതിപ്പോൾ ഫോട്ടോ ഇങ്ങനെ പൊട്ടി വീണ പോലെ ഇല്ലല്ലോ എന്ന് പറയണ്ടാച്ചേ, ഇതാരോ കരുതി കൂട്ടി ചെയ്ത പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് പിന്നെ അങ്ങനെ ഒന്നും മനസ്സിലാവാതെ നിൽക്കണ്ട എല്ലാവരും. പക്ഷേ സൂര്യ മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും അറിഞ്ഞു കഴിഞ്ഞാൽ ഹരിതയ്ക്ക് ഇതിനുള്ളൊരു തിരിച്ചടി കിട്ടാതിരിക്കില്ല. അപ്പോൾ കിടക്കാൻ പോണേക്കാൾ മുന്നേ തന്നെ ഈ ഫോട്ടോ നോക്കിയിട്ട് ദേഷ്യം വന്നിട്ടാണ് നമ്മുടെ ഹരിത പോയിട്ടുള്ളത്. പിന്നെയും കിടന്നിട്ട് ഉറക്കം വരാണ്ട പക മൂത്ത് വന്നിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂര്യന് എന്ത് മറുപടി കൊടുക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.